എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ട്രയോ. ഒരേ സമയം സാഹോദര്യവും സൗഹൃദവും നിറഞ്ഞു നിന്ന ബാംഗ്ലൂർ ഡേയ്സിലെ കസിൻസ് ഗ്രൂപ്പ്. ബാംഗ്ലൂർ ഡേയ്സിൽ മാത്രമല്ല, ബിഗ് ബോസ് വീട്ടിലുമുണ്ട് ഏതാണ്ട് ഇങ്ങനെ ഒരു ട്രയോ. ഒരു അപരാധം ആണ് ഇവിടെ പണി വെച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലോ ചേർത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇവരാണ് ബിഗ് ബോസ് വീട്ടിലെ ഈ ബാംഗ്ലൂർ ഡേയ്സ് കോംബോ. പക്ഷെ ബാംഗ്ലൂർ ഡേയ്സിലേതുപോലെ ഹിറ്റാവാനല്ല ഈ കോംബോയുടെ വിധി എന്ന് മാത്രം. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. അനിയത്തിപ്രാവിന് സോറി, പാട്ട് മാറിപ്പോയി. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കളിക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്? സാർ, ഞാൻ കാല് പിടിക്കാം. ഒരബദ്ധം പറ്റാത്ത ആരും. വെണ്ണീല കൊമ്പിലെ അതും മാറിപ്പോയി, സോറി. ഇറാഖില് മിസൈൽ വീണ പോലെ ആയല്ലോ. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. നന്ദനയോട് തങ്ങൾ കാണിക്കുന്ന ഈ വാത്സല്യവും നന്മയും ഒക്കെ പുറത്തെല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്നും അതിവർക്കുള്ള പിന്തുണ കൂട്ടുമെന്നും ഒക്കെ മൂവരും പ്രതീക്ഷിക്കുന്നുണ്ടാകാം. എന്നാൽ പ്രേക്ഷകർക്കിടയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നത് ഇവരുടെ ഈ കോംബോ ആണ് എന്നതാണ് വാസ്തവം. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ? സത്യമായ കാര്യമല്ല, സന്ധ്യ. സാമാന്യം നന്നായി ഗെയിം കളിച്ചിരുന്ന സിജോയുടെ ഗ്രാഫിൽ പോലും ഈ തങ്കച്ചി പാസവും ബാംഗ്ലൂർ ഡേയ്സ് കോംബോയും വലിയ നെഗറ്റീവ് ഉണ്ടാക്കി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി എഗെയിൻ ആവർത്തിക്കുകയാണ്. തീപ്പൊരിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാട്ടുതീയായിട്ടാണ്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇൻഡിവിജ്വലായി ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പിന്തുണ നേടാനാകുമായിരുന്ന 3 മത്സരാർത്ഥികളാണ് ഈ ഒരൊറ്റ ഗ്രൂപ്പുകളി കാരണം വളരെ നെഗറ്റീവായി മാറിയത് എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. നമ്മുടെ പെങ്ങളൂട്ടി പാസം അതങ്ങനെ സംഭവിച്ചു പോയി. ഇനി നീ പറ, എന്ത് സമാധാനാ ഞങ്ങൾ ചെയ്യേണ്ടത്? അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. നീ പറഞ്ഞാൽ അതും ചെയ്യും. ഇനിയെങ്കിലും കരച്ചിലും നിർത്തും. കണ്ടിട്ട് സൈക്കിളില്ല. ഓരോ ഗെയിമുകളിലും ഇവർ നന്ദനയെ ജയിക്കാൻ സഹായിക്കണമെന്ന വാശിയും നന്ദനയ്ക്കുണ്ട്. ഇനി അഥവാ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ചേട്ടന്മാരോട് പിണങ്ങുന്ന സ്വഭാവവും നന്ദനയ്ക്കുണ്ട്. പിന്നെ കരച്ചിലായി, ബഹളമായി, സമാധാനിപ്പിക്കലായി, ആകെ മൊത്തം ബിഗ് ബോസ് വിട അനിയത്തിപ്രാവ് സിനിമ പോലെയുമായി. ഒന്നുമില്ല കുട്ടിച്ചായ. ഈ കൊച്ചിച്ചാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ മോൾ ഇങ്ങനെ? ഒന്നുമില്ല കുട്ടിച്ചായ. നീ ഈ വീട്ടിലെ വിളക്കാണ് മോളെ. പെങ്ങളൂട്ടിക്ക് കപ്പല്ല, പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി, അല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി ഇല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു പോയിന്റ്. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഒരു തരത്തിൽ പറഞ്ഞാൽ മലങ്കൾട്ടായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള തങ്കച്ചി പാസം. എനിക്ക് സ്വയം തോന്നിയ കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂളായിട്ട് പറയുന്നത്. നല്ല 5 പൈസക്കില്ലാത്ത ഒരു കോംബോ പോയി സത്യം പറഞ്ഞാല്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. എനിക്ക് ക്രിഞ്ചടിച്ച സാധനം തന്നെയാണ്. ഭയങ്കര സ്നേഹിച്ച കൊല്ലാണ് പാവം. ഇത് ഞങ്ങളുടെ പെങ്ങളാ ദേവൂട്ടി. നിങ്ങളിൽ ആരുടെ പെങ്ങളാ? ഞങ്ങളുടെ രണ്ടുപേരുടെയും പെങ്ങളാ. അത് കൊള്ളാം. അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നാളെ അഥവാ നന്ദൻ ഔട്ടായി കഴിഞ്ഞാലേ സിജോനും സായിക്കതും മനസ്സിലാവുള്ളൂ. അതായത് ഈ ഒരു കോംബോ വെറും ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത്. അതെനിക്ക് കാണുന്നത് നല്ല ആഗ്രഹമുണ്ട്. ഇനി മേല നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് പറയരുത്. പറഞ്ഞ ഞാൻ ചത്തുകളയും. നന്ദന എല്ലാവരോടും യാത്ര പറഞ്ഞു പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരും. പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയില്ലേ? നിനക്ക് ഞാൻ വിഷമിക്കല്ലേ നീ? അവളിനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല അല്ലടോ. എന്തായി പറയുന്നത്? ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളിൽ തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. നിങ്ങൾ രണ്ടാളും വെറുതെ കരഞ്ഞ് സീനാക്കല്ലേ.
കാഴ്ച കാണാൻ നിൽക്കാതെ വരുന്നുണ്ടോ താൻ? ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. എല്ലാത്തിനും ഞാനില്ലേ പണ്ടാറം കഴുത്തിന്റെ ഇടയിൽ കൈ കുടുങ്ങി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാൻ വെക്കട്ടെ, ഇത്രയും വെച്ചത് പോരേടാ, ഇനിയും വെക്കണോ? ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെ ആവോ മുതലാളി?